കാരണം എനിക്ക് തിയറി ബേസിക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി. ഈ ക്ലാസ്സിൽ വന്നപ്പോഴാണ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ബേസിക്കലി പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നപ്പോൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ ക്ലാസ്സിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. മാഡം തിയറി അങ്ങനെ വലിച്ചു വാരി പഠിപ്പിക്കാതെ വേണ്ട പോയിന്റ്സ് മാത്രം പഠിപ്പിച്ച് പിന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തും, എങ്ങനെ പോയിന്റ്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും, വേണ്ടാത്ത പോയിന്റ്സ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അതൊക്കെ പഠിപ്പിച്ചു തന്നു. അതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റി എക്സാമില്. കാരണം ആദ്യം നമ്മൾ പ്ലസ് പോസിറ്റീവ് ആൻസേഴ്സ് ആണോ നെഗറ്റീവ് ആൻസേഴ്സ് ആണോ തിരഞ്ഞെടുക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. അപ്പൊ ആദ്യത്തെ ഇതിനൊക്കെ ഞാൻ ഒന്നും നോക്കാതെ ക്വസ്റ്റ്യൻ നോക്കുമ്പോ അതിന്റെ ആൻസർ ഇതാണല്ലോ എന്ന് അങ്ങനെ ആൻസർ ടിക്ക് ചെയ്യായിരുന്നു. പക്ഷെ പിന്നെ മനസ്സിലായത് ക്വസ്റ്റ്യനിൽ വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനുള്ളത്. ഞാൻ വേറൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെ അവര് മെയിനായിട്ട് തിയറിക്കായിരുന്നു ഇത് കൊടുത്തിരുന്നത്, മുൻതൂക്കം കൊടുത്തിരുന്നത്. ഞാനും ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. അങ്ങനെ തിയറിയുടെ വലിയ ബേസിക് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഇതിൽ ചേർന്നിട്ടാണ് ഞാൻ തിയറി പഠിച്ചെടുത്തത്. പിന്നെ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് ഇവിടെ വന്നപ്പോഴാണ്. കേസ് സ്റ്റഡിക്കും അതുപോലെ തന്നെ നമ്മൾ സയൻസ് ആൻഡ് സിംറ്റംസ് പഠിക്കുമ്പോൾ കുറെ സയൻസ് ആൻഡ് സിംറ്റംസ് പഠിക്കാതെ അതിന്റെ ക്ലാസിക്കൽ സിംറ്റംസ് മാത്രം പഠിച്ച് അത് മാം പഠിപ്പിച്ച് എന്റെ ലാസ്റ്റ് വീക്കിലായിരുന്നു മാം അങ്ങനെ ഇതൊക്കെ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് വേഗം എനിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റിയത്. പണ്ട് എക്സാം എഴുതി പിള്ളേർ വന്നു കുറച്ച് ടെൻഷനായിട്ട് ടഫായ ക്വസ്റ്റ്യൻ കണ്ട അവർക്ക് നമുക്ക് അറിയുന്നു കുറച്ച് മനസ്സിലായത് കൊണ്ടാണ് അവർ അങ്ങനെ ടഫായ ക്വസ്റ്റ്യൻസ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പതരാതെ അത് വായിച്ചു നോക്കി മനസ്സിലാക്കി, മാഡം പറഞ്ഞിട്ടുണ്ടല്ലോ തിയറിനെ കുറിച്ച് വലിയ ബോധം ഇല്ലെങ്കിലും നമ്മൾ അതിന്റെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് വെച്ചിട്ട് ഇതാക്കി ആൻസർ ചെയ്യാമെന്ന്, അതൊക്കെ എടുത്തിട്ട് അങ്ങ് പ്രയോഗിച്ചു. അവിടെ ഞാൻ പറഞ്ഞല്ലോ ബേസിക് ആയിട്ട് തിയറികൾ ക്ലാസ് മാത്രമാണ് എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും അങ്ങനെ ഡിസ്കസ് ഒന്നും ഇല്ലായിരുന്നു. അവർ ഞങ്ങൾക്ക് വെറും ഒരു ഇത് തരും, ക്വസ്റ്റ്യൻ ബാങ്ക്, അത് നമ്മൾ തന്നെ ചെയ്തു പഠിക്കുക എന്നായിരുന്നു അങ്ങനെ തന്നിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് മാഡാണ് ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഇതാക്കണം എന്നൊക്കെ പഠിപ്പിച്ചത്. കാരണം ഞാനും അത്ര തിയറി ഇതുള്ള ആളൊന്നും അല്ല. ഞാനും ജസ്റ്റ് BSc നഴ്സിംഗ് പാസ്സായെന്നേ ഉള്ളൂ. പിന്നെ മാഡം ഒന്നും കൂടെ അതിന്റെ ഷോർട്ടായിട്ട് എങ്ങനെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി തന്നപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഇവിടെ ഇന്ററാക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് മൈക്ക് എപ്പോൾ വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ആയിരുന്നു. മറ്റു ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ മൈക്ക് നമുക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. അവര് പറയണത് നമ്മൾ കേൾക്കുക, എഴുതുക, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മേഡത്തോണ്ട് അപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് തിയറി തരും, നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്കും തരും. നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുക, അതിന് റാഷണൽസ് ഉണ്ടാവും, അത് നോക്കി നമ്മൾ പഠിക്കുക. അങ്ങനെ അവർ തന്നിരുന്നേ. പക്ഷെ എങ്ങനാലും നമുക്കൊരു ഇത് വേണമല്ലോ, ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. അത് മാഡാണ് പറഞ്ഞിരുന്നത്. എങ്ങനെ തിങ്ക് ചെയ്യണം, നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അൺവാണ്ടഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുപോലെ എങ്ങനെ തിങ്ക് ചെയ്യണം, ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യുമ്പോൾ എവിടെ പ്രയോറിറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു തന്നത് മാഡാണ്. അതുകൊണ്ട് മാഡത്തിന്റെ ക്ലാസ് ഭയങ്കര ഉപയോഗം. ഞാൻ 2 മാസമേ കൂടിയുള്ളൂ എങ്കിലും അതെനിക്ക് ഭയങ്കര പ്രയോജനപ്പെട്ടു. തിയറി പഠിച്ചുകൊണ്ട് ഒന്നുമില്ലെന്ന് വെച്ചാൽ, കാരണം തിയറി എനിക്ക് അങ്ങനെ വലിയ നോളജ് ഒന്നുമില്ല. എല്ലാം ഒരു ഡിസീസ് കണ്ടീഷൻ അറിയാം. നമ്മൾ ഒരു ഡിസീസ് കണ്ടീഷൻ പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അതെന്താന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഡിസീസ് കണ്ടീഷനും അതിന്റെ ആ സിംറ്റംസ്, മേജർ സിംറ്റംസും അതിന്റെ കോംപ്ലിക്കേഷൻസും വെച്ചിട്ടാണ് അധികവും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അവിടെ കുറെ സയൻസ് ആൻഡ് സിംറ്റംസ് പഠിക്കുന്നതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കുന്നൊക്കെ ഞാൻ വിചാരിക്കായിരുന്നു. ഒരു ഡയഗ്നോസിന് തന്നെ കുറെ സിംറ്റംസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ഇതിൽ ഏതിന്റെ ആണ് അതൊക്കെ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ മാഡം പറഞ്ഞു തന്നപ്പോ കുറച്ച് സിംറ്റംസ് പഠിക്കുമ്പോൾ ആ കണ്ടീഷൻ ഓർത്തിട്ട് ആ സിസ്റ്റം നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മൾ എക്സാമിന് ചെന്നിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ മൈൻഡ് ബ്ലാങ്ക് ആയിരിക്കും. എന്താണ് എഴുതണ്ടേ, എന്താ ചിന്തിക്കുന്നത് അറിയാം. ചിലപ്പോ നമ്മൾ പഠിച്ച ഡിസീസ് കണ്ടീഷൻ ആണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ബേസിക് നമുക്ക് അറിയാമായിരുന്നെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്തിട്ട് ആൻസർ എത്തിയാക്കാൻ പറ്റും.
എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് SLE ALS ഒക്കെ ആയിരുന്നു. ഞാൻ ആ ഇതൊക്കെ വെറുതെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. മാഡം പഠിപ്പിച്ചു തന്ന പോലെ തന്നെ ഇങ്ങനെ രണ്ട് ആൻസറിൽ നിന്ന് നമ്മൾ രണ്ടെണ്ണം കൺഫ്യൂസ്ഡ് ആയി നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ വേർഡ്സ് കണ്ടെത്താൻ പറ്റും, മാച്ചിങ് വേർഡ്സ് കണ്ടെത്താം. പിന്നെ അതുപോലെ തന്നെ ഒരു സിംറ്റംസിന്റെ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ എല്ലായിടത്തും എയർവേ ആയിരിക്കില്ല, ചിലപ്പോൾ നമുക്ക് ന്യൂറോ അസസ്മെന്റ് ആയിരിക്കും, ചിലടത്ത് നമുക്ക് അസസ്മെന്റ് ഇതാക്കി കൊടുക്കണേ, ചിലടത്ത് ഇന്റർവെൻഷൻ ആയിരിക്കും പ്രയോറിറ്റി. അപ്പൊ അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ തിങ്ക് ചെയ്യണം, അത് ഏതാ അപ്ലൈ അവരെന്താ നമ്മളോട് ചോദിക്കണേന്ന്, അതനുസരിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാന്. അത് മാഡം നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ക്ലാസ്സിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇതിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്, ഇതിന്റെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മളോട്, അവരെന്താ ഉദ്ദേശിക്കണേന്ന്. അല്ലാതെ നമുക്ക് തിയറി അറിഞ്ഞ തിയറിയും കൊണ്ട് നമ്മൾ അതിന്റെ ഉത്തരം ഇതായിരിക്കും എന്ന് വിചാരിച്ച് ഗസ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. കാരണം നമ്മൾ തിങ്ക് ചെയ്യണം അവരെന്താ നമ്മളോട് ചോദിക്കണേന്ന്, ശരിക്കും ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അത് മാഡം ക്ലാസ്സിൽ പറഞ്ഞു തരുന്നു. അത് ഞാൻ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യും. കാരണം ഞാൻ 2 മാസം കൊണ്ടാണ് എക്സാമിന് ഇതാക്കിയിട്ട് ഡേറ്റ് എടുത്തത്. മാഡത്തിന്റെ ക്ലാസ് കഴിയണോടെ തന്നെ എക്സാം എഴുതണേ, അങ്ങനെ തന്നെയാണ് ഞാൻ ഡേറ്റ് ആദ്യം തന്നെ എടുത്തു വെച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. കാരണം ഇവർ മാഡത്തിന്റെ ക്ലാസ് നല്ല ഇൻട്രാക്ടിങ് ക്ലാസ് ആയിരുന്നു. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് മാഡത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്ത് പോയാം. അതുകൊണ്ട് തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത് ക്ലാസ്.